പ്രായത്തിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും കുഴപ്പമില്ല, കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. പക്ഷേ നമ്മൾ എല്ലാ ഡീസൽ എഞ്ചിനും മോഡേൺ ഡീസൽസ് എല്ലാം ഒരു 3 ലക്ഷം കിലോമീറ്റേഴ്സൊക്കെ അന്തസ്സായിട്ട് ഓടുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്രയ്ക്ക് ടോളറൻസിൽ അല്ലെങ്കിൽ ആണ് പോകുന്നതെന്നാണ് പറയുന്നത്. കാരണം ഒരു 1400 cc എഞ്ചിനകത്തോട്ട് ടെർബോ കയറ്റുമ്പോഴത്തേക്ക് അതനുസരിച്ച് എഞ്ചിനും മാറ്റം വേണം, പിന്നെ ടെർബോയ്ക്ക് മാറ്റം വേണം. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ എഞ്ചിനെ സ്ട്രെയിൻ ചെയ്യില്ല. പിന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഓയിൽ ഒഴിക്കണം. ക്വാളിറ്റി ഓയിൽ ഒഴിച്ചില്ലെങ്കിൽ ഇതിനകത്ത് മറ്റേ പെട്രോൾ എഞ്ചിനകത്ത് കുറച്ച് സ്ലഡ്ജ് വന്നാലും കുഴപ്പമില്ല, വണ്ടി ഓടിക്കോളും. ഡീസൽ വണ്ടിക്കകത്ത് ടെർബോ അടിച്ചു പോകുന്നതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. സോ നമ്മൾ കൃത്യം ടൈമിന് ഓയിൽ പക്ഷെ വന്നിട്ട് മാത്രം ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യാറുള്ളൂ, അല്ല വിലക്കുറവെന്നും പറഞ്ഞ് ഏത് ഓയിലിനകത്ത് യൂസ് ചെയ്യാറില്ല. പിന്നെ ഞാൻ മാക്സിമം ഇപ്പം ലാസ്റ്റ് മേടിച്ചത് ഗൾഫിൻ്റെ ഓയിലാണ്. ഗൾഫിൻ്റെ ലെവൽ ഓഫ് കോൺഫിഡൻസ് ആണ്, നല്ല എൻജിൻ വൈബ്രേഷനൊക്കെ ഉണ്ട്. പിന്നെ ആകെപ്പാടെ പ്രശ്നം വെച്ചാൽ കാണിച്ച പറഞ്ഞത്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഫിയസ്റ്റയുടെ വിശേഷങ്ങൾ. എന്തായാലും ഇവന്